അത് പഠിക്കാൻ പോകുന്ന ഫാക്ടർ ഇൻകമാണ്. ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിച്ച ആൾക്കാർ. പക്ഷേ അത് നമ്മൾ വെറുതെ എടുത്തതല്ല, നമ്മൾ അവർക്ക് അതിന് റിട്ടേൺ നമ്മൾ പൈസ കൊടുത്തു. അതിനെയാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. ഇനി കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്നതും നമ്മളുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെയാണ് കൺസംഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സർവീസസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസസോ ഒന്നല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയായിരിക്കും. അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതും സർവീസസ് നമ്മൾ കൊടുക്കുന്നതും തിരിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതായത് ഒരു എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ്. ആദ്യം ഹൗസ് ഹോൾഡിൽ നിന്ന് ഇൻഡസ്ട്രിയിലോട്ട് ഫാക്ടർ സർവീസസ് പോകും. അത് ലാൻഡ്, ലേബർ, എൻ്റർപ്രണർഷിപ്പ് ഒക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാക്ടറിയിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ഹൗസ് ഹോൾഡിലോട്ട് പോകും. അതായത് ഹൗസ് ഹോൾഡാണ് അത് മേടിക്കുന്നത്. കൺസ്യൂമേഴ്സും ഒക്കെ ഉണ്ടാവുന്നത് ഹൗസ് ഹോൾഡിലാണല്ലോ. അപ്പോൾ ഈ ഒരു സർക്കുലർ ഫ്ലോ ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ആൻസറും നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ബിസിനസ് സ്റ്റഡീസാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് സോൾ പ്രൊപ്രൈറ്റർ, പാർട്ട്ണർഷിപ്പ് ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇത് മൂന്നും ടൈപ്സ് ഓഫ് ബിസിനസ്സാണ്. ഓക്കെ, ഇതിലാദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്ന്. സോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണറും വർക്കറും ഓണർ ഒരാൾ മാത്രമാണെങ്കിലാണ് അതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഈസ് ഓഫ് ഫോർമേഷൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഭയങ്കര എളുപ്പമാണ്. കാരണം ഒരാളാണ് ഇതിൻ്റെ ഓണർ, അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പ്രൊവൈഡഡ് അയാൾക്ക് ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാനുള്ള ക്യാപിറ്റൽ അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സിംഗിൾ ഓണർഷിപ്പ്, ഒരാൾ മാത്രമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വവും എല്ലാത്തിൻ്റെയും നേതാവും ഉടമയും ഒക്കെ അയാൾ തന്നെ ആയിരിക്കും. നോ ഷെയർ